അത് ഇന്ന് തെളിവിന് ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അതൊരു ഞാൻ ഇല്ല അമിതങ്ങളെ കുരുത്തക്കേട് തട്ടും, ഞാൻ പറയാൻ വരൂല തങ്ങളെന്ന് പറഞ്ഞാലും ഞാൻ പോലെ വരുത്തും. അതിന് നമ്മൾ കഴിയും. മനസ്സിലായി? തങ്ങളാന്ന് പറഞ്ഞാൽ കറാമത്ത് കൂടെ വരുത്താൻ എന്നെ കൂടെ കഴിയില്ല. പക്ഷെ ഞാനായിട്ട് ബന്ധമുണ്ട്. ഞാൻ ബോംബെയിൽ ഇപ്പോഴും പോക്കുണ്ട്, ബന്ധമുണ്ട് എനിക്ക് അവിടെ. ഇപ്പോഴും ഏത് സമയത്തും എനിക്ക് കയറിച്ചല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങളുടെ കുട്ടികളെ, പെൺകുട്ടികളെ ഇയാളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുട്ടിക്കും നല്ലതിനല്ല എന്നുള്ള കാര്യം ഈ പറയുന്ന കാര്യം നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ബോംബെയിൽ എങ്ങനെ മൂപ്പര് എന്ത് ചെയ്തു, അവിടെ ഒരു കുടുംബത്തിലെ ഒരു കുട്ടീനെ മൂപ്പർക്ക് കല്യാണം കഴിക്കണം. ചെറിയ പ്രായമുള്ള കുട്ടിയാണ്. അപ്പോൾ ഞാൻ അന്ന് അവിടെ ഇല്ല. ഞാന് തിരിച്ചു വന്നപ്പോഴാണ് എന്ത് ഒക്കെ പറഞ്ഞ് റെഡി ആക്കിക്കണ്. മൂപ്പര് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. മൂപ്പര് കാര്യം കരുതി കഴിഞ്ഞാൽ മൂപ്പര് അത് കിട്ടാൻ കണ്ടിട്ട് അതിന്റെ ഏത് അറ്റം വരെ മൂപ്പര് പോകും, എന്ത് കളിയും കളിക്കും. അങ്ങനെയുണ്ട് മൂപ്പർക്ക്. അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ ഈ വഷളത്തരം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അവരെന്താ ചിന്തിക്കാന്ന് മൂപ്പര് എന്താ പറഞ്ഞതാണ്. അല്ല, അതേ മൂപ്പര് ചെയ്തതിന് ഒരൊറ്റ ഉദാഹരണമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ജനങ്ങളൊക്കെ മൂപ്പര് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് അറിയാം. മൂപ്പര് സമൂഹ വിവാഹം നടത്തി പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുന്നുണ്ട്, യതീമായ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിന് ചെയ്യുന്നു എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കണില്ല. പിന്നെ അതേമാതിരി തന്നെ ഇതിന്റെ ഒക്കെ പൈസ എവിടുന്ന് വരും അതും ജനങ്ങൾ ചിന്തിക്കണില്ല. ഇയാളെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അംഗീകരിക്കാം. നമ്മളെ യൂസുഫ് അലി സാറ്, യൂസുഫ് അലി ചെയ്യണത് എന്താണ്, മൂപ്പരെ സമ്പാദ്യത്തിൽ നിന്ന് എടുത്തിട്ടാണ് മൂപ്പര് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത്, സഹായിക്കണത്. ഇയാൾ ചെയ്യുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തിട്ട്, അപ്പൊ നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിച്ചാലും ഒക്കെ എന്ത് ചെയ്യും, ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചെടുത്തുകൊണ്ട് നമുക്ക് സഹായങ്ങൾ ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പൊ ജനങ്ങളെ കയ്യിലെടുക്കുന്നത്. ഇപ്പൊ പല ആളുകളും വന്ന് പറയുന്നതാ, എന്നെ കൊണ്ട് കഴിയോ യതീമായ കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ, വീട് കയറ്റി കൊടുക്കാൻ. ഇതാണ് ജനങ്ങൾ പറയുന്നത്. കാരണം ഇതില് അത് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി മൂപ്പര് ചെയ്യുന്ന കാര്യമാണ്. ചാറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് മലമർച്ചന തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പുണ്യാളന്മാരാണ്. അതാണ് നമ്മുടെ നാട്. അങ്ങനെ ഒരു അവസരം അത് മൂപ്പര് മനസ്സിലാക്കിയിട്ടാണ് മൂപ്പര് ചാറ്റിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഫസ്റ്റ് വിമർശനം വന്നപ്പോഴാണ് എത്തിയ കുട്ടികളെ കല്യാണവും കാര്യങ്ങളും നിറഞ്ഞാണ്ട് മൂപ്പര് ഇറങ്ങിയത്. ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏത് സമയത്താണ് മൂപ്പര് ചാരിറ്റിക്ക് ഇറങ്ങിയത് എന്നുള്ളത്. കറക്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. അപ്പോ ഒരു സംഭവം അവിടെ ഇങ്ങനെ ഉണ്ടായി. ഞാൻ ബാംഗ്ലൂരിൽ വന്നു. മൂപ്പര് ആ കുട്ടിൻ്റെ അമ്മയോട് വാപ്പനോടൊക്കെ പറഞ്ഞു ഇങ്ങനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, എൻ്റെ ഉമ്മാൻ്റെ സമ്മതമുണ്ട്, എനിക്ക് കഴിക്കാം. അവരോട് വെച്ച എഗ്രിമെന്റ് പറഞ്ഞാൽ ഞാൻ കല്യാണം സമ്മതമുണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ. അതിപ്പോ എന്താ വെച്ചാൽ ഏതൊരു കുട്ടിന്റെ പെൺകുട്ടിയാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ചോദിക്കൂലേ അമ്മക്ക് സമ്മതം ഉണ്ടാവും. അത് അയാൾ ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കണേ. പിന്നെ തങ്ങളല്ലേ ഓരും തന്നെ അത്രയും ഭയഭക്തിയോട് കൂടിയാണ് സംസാരം കാര്യങ്ങളൊക്കെ. അപ്പോൾ അവര് ആദ്യം സമ്മതിച്ചിട്ടില്ല. പിന്നെ അവിടെ വേറൊരു മലയാളി മുഖേന എന്ത് ചെയ്തു, മൂപ്പര് ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. അപ്പോൾ ഞാൻ വന്ന സമയത്ത് എന്നോട് അവിടെ ഉള്ളൊരു കുട്ടി പറഞ്ഞു, നമ്മളെ ചൂട്ട കുട്ടി പറഞ്ഞു, അമിത് തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് നടക്കൂല, കാരണം അമിതിന് കുട്ടികളും ഭാര്യയൊക്കെ ഉണ്ട്. ഞാൻ എന്നെ വിളിച്ചതാണ്, എന്റെ കൂടെ വന്നതാണ്. അമിതിന് ഏകദേശം എത്ര വയസ്സുണ്ടാവും? അതിനിപ്പോ ഒരു 44 വയസ്സുണ്ടാവില്ല. ഇപ്പൊ 44 വയസ്സുണ്ട്. അപ്പൊ ഒരു 10 വയസ്സ് കമ്മി ആയി. അത്രേ ഉള്ളൂ. പെൺകുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 18 വയസ്സാണ്. 18 വയസ്സ് പെൺകുട്ടിക്ക്. അത് 18 വയസ്സ്. അപ്പോ ഞാൻ പറഞ്ഞത് നടക്കൂല, അതാണ് ഞങ്ങൾ തെറ്റാണ്. ഞാൻ നടക്കൂല എന്ന് പറഞ്ഞപ്പോ പിന്നെ ആ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു ഇത് വേണ്ട. ശരിക്കും സ്വദേശം കൊടക്കാടനെയാണോ? അതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? കൊടക്കാണല്ല, ഈ ഒറ്റപ്പാലം ഭാഗത്ത് ലക്കിടി ആ ഭാഗത്ത് എവിടെ തോന്നുന്നുണ്ട്. ഫാമിലിയെ പറ്റിയൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇവരെ പിന്നെ വാപ്പാനെ പറ്റിയൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അല്ല, ഇവര് ഒരു കലണ്ടർ കച്ചവടമായിട്ട് മണ്ണാർക്കാട് കോളേജിൽ നിന്ന് കലണ്ടർ വെക്കാൻ വേണ്ടി 2 കുട്ടികൾ ഇങ്ങനെ വന്നതാണ് നമ്മുടെ നാട്ടിൽ കൂടെ. അന്ന് ഞങ്ങളുടെ വീട് അവിടെ തെക്കുംപാടാണ്, കടമ്പോട്ട് നിന്ന് ഉള്ളിൽ പോകണം. അപ്പൊ അങ്ങനെ വാപ്പ മൈസൂർ ബാംഗ്ലൂരാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇയാള് സംസാരിക്കുമല്ലോ, അന്നേ ഉണ്ട് സംസാരം. അപ്പൊ അങ്ങനെ അമ്മ കലണ്ടർ വതിലൊന്ന് വാങ്ങിയ സമയത്ത് ഇയാൾ പറഞ്ഞു ഞാൻ തങ്ങളുട്ടിയാണ്. അപ്പൊ അങ്ങനെ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ വാപ്പ വന്നു. പിന്നെ ആൾ പോയിട്ടില്ല, അങ്ങനെ അവിടെ കുടിക്കുക. പിന്നെ വാപ്പ പറഞ്ഞു, ഉമ്മ പറഞ്ഞു ഇങ്ങനെ കുട്ടി വന്നിരുന്നു. പിന്നെ ഇയാൾ വന്നിക്കാണ് വീട്ടിക്ക് തിരിച്ച്. പിന്നെ വാപ്പ അവിടെ പോയി തോന്നുന്നുണ്ട് ഇയാളെ കൂട്ടിയിട്ട്. അമ്മക്കറിയാം അമ്മ കാര്യങ്ങൾ ഞങ്ങളോട് പറയുന്നുണ്ട്. കുറെ ഞങ്ങളോട് പറയില്ല, കാരണം എന്താ വെച്ചാൽ നമ്മള് ചിലപ്പോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തിനാ വെറുതെ കുട്ടികൾക്ക് മനസ്സിൽ ദേഷ്യം കാര്യങ്ങളൊക്കെ വരും. അല്ല, ഇയാള് സ്വദേശം കൊടക്കാടാണെന്നുള്ളത് പറയലുണ്ട്. ഇല്ല, കൊടക്കാട് ഇയാളെ അമ്മ അവിടെ ഞാൻ പോയിട്ടുണ്ട്. റോഡ് സൈഡിൽ ഒരു വീടുണ്ടായിരുന്നു. അവിടെ മൂപ്പരമ്മി വേറെ കുറച്ചൊരു വല്യമ്മ കുറച്ച് പ്രായമുള്ള ഒരാൾ, അത് ഒരേ കുടുംബമാണെന്ന് എനിക്കറിയില്ല. 2 ആളുള്ളൂ അവിടെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു വട്ടം പോയപ്പോ. ബോംബെയില് ഈ കല്യാണം ശ്രമിക്കണത് മൂന്നാമത്തെ അത് കെട്ടിക്കണമെങ്കിൽ 4ാമത്തെ ആവും. കെട്ടിക്കണമെങ്കിൽ 4ാമത്തെ കെട്ടിയിട്ടില്ല. അപ്പോ അതാണ് ഞാൻ അതിലെന്ത് ചെയ്തു, ഇടയിൽ വന്നിട്ട് അത് പറ്റൂല, നടത്തി കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു.
അത് പറ്റില്ലല്ലോ, അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. 3 പെണ്ണ് കെട്ടിയ ഒരാൾക്ക് വീണ്ടും 18 വയസ്സായി 33 വയസ്സായപ്പോ 3 കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം നമ്മൾ കേട്ടോ. 4ാമതൊരു കല്യാണം ഒരിക്കലും നമ്മൾ അറിഞ്ഞുകൊണ്ട് സമ്മതിക്കാൻ പറ്റില്ല. കാരണം കുട്ടിന്റെ ഭാവി കൂടെ വീണ്ടും തകരുകയാണ്. കാരണം ഇയാൾ ചിലപ്പോൾ ആ കുട്ടീനെ അവിടെ കെട്ടിയാണ്ട് അവിടുത്തെ കാര്യം കഴിഞ്ഞ് മൂപ്പര് അവിടുന്ന് ഈ കൂട്ടം പറഞ്ഞ മാതിരി ചിലപ്പോൾ മിന്നും. അതും സംഭവിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് പറയാം, ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിനൊരു റിയാക്റ്റീവ് വീഡിയോ ഒക്കെ വരും ചിലപ്പോൾ അമിത് തന്നെ. കാരണം അമിതിന് ഏത് പണി അമിത് എടുക്കും, അമിതിൻ്റെ കാരണം അങ്ങനത്തെ ഒരു സൈസാണത്. അപ്പൊ ഇതിന് അമിത് തെളിവായിട്ട് വരാന്നുണ്ടെങ്കിൽ ആർക്കും വരാം എൻ്റെ കൂടെ, എൻ്റെ വണ്ടിയിൽ എൻ്റെ ചെലവിൽ ഞാൻ എന്ത് ചെയ്യും, ഈ സ്ഥലങ്ങളിൽ മാട്ടൂര് സ്ഥലം അവർ ചിലപ്പോൾ ബിൽഡിംഗ് പൊളിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ സ്ഥലങ്ങൾ അറിയാം. അതിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടായിരുന്നത്. പിന്നെ വയനാട്ടിലാണെങ്കിലും ബോംബെയിൽ എവിടെയും ഞാൻ ആമിതിൻ്റെ മാതിരിയൊന്നല്ല, ഞാൻ തെളിവ് തരും പറഞ്ഞാൽ തെളിവ് തരും. അപ്പോൾ ആർക്കും വരാം. ഹാമിദ് ഈ വീഡിയോ ഇതിനെതിരെ ഇറക്കാന്നുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ഞാൻ വലിയ വീഡിയോകളിലൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഇത് പറയും. കാര്യം പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവങ്ങളായ കുറെ പച്ച സാധുക്കളുടെ നമ്മുടെ നാട്ടിലേ ഒരിക്കൽ അറിയില്ല. ഇത് ഇതിന്റെ അർഹമുറാഹിമ രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ എന്നിട്ട് കണ്ണിൽ കൈയിട്ട് കരിയല്ലേ. അപ്പൊ എന്താണ് ഇവര് വിചാരിക്കുന്നത്, കരച്ചിലിന്റെ കുട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് നമ്മള് ഏതൊരു മാജിക്കും ചെയ്യുമ്പോൾ അത് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും, അത് പിന്നെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വരൂലേ. അപ്പൊ ഇയാൾ അന്നൊക്കെ അവിടെ നിന്ന് ഞാനും ചോദിച്ചതാണ്, എങ്ങനെ ഇങ്ങനെ കണ്ണീര് വരുന്ന അമിത് വെറുതെ. നമ്മളൊക്കെ പറഞ്ഞാൽ ഒന്നും എന്റെ വാപ്പ മരിച്ച സമയത്ത് നല്ലോണം കരഞ്ഞിട്ടുണ്ട്, പിന്നെ എന്റെ പെങ്ങൾ മരണപ്പെട്ട സമയത്ത് കരഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ യൂറിക് ആസിഡ് കാലുമ്പോ വേദന വരലുണ്ട്. അപ്പൊ അതേമാതിരി വേദന സഹിക്കാതെ ഇയാള് ഫുൾ ടൈം കരച്ചില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ മജ്ലിസിന്ന് ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളെ കന്തൂര ടോപ്പിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് സിഗരറ്റിന്റെ കൂടിന്റെ ഉള്ളിൽ വിക്സ് ഉണ്ട്, അത് കൈമാക്കി. അതൊന്നും ഈ മുന്നിലുള്ള പാവങ്ങളെ അറിയില്ല. ഒരു ശ്രദ്ധിക്കണ്ടോ, ഒരു ഫുൾ എന്താണ് തങ്ങളുട്ടി അല്ലാതെ വരക്കാണ്, പിന്നെ അത്രയും സങ്കടപ്പെട്ട് വരക്കല്ലേ. അപ്പൊ ഇത് എന്ത് ചെയ്യും, ആ പറയുന്നത് വരക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, എല്ലാം ഇവിടെ നിന്നാണ് കുത്തി കൊടുക്കും. ഇങ്ങനെ എരിഞ്ഞിട്ട് ഇങ്ങനെ അത് ചിലപ്പോ ഇപ്പോഴൊക്കെ ആ മജ്ലിസിലൊക്കെ എന്തുണ്ടാവും, എവിടെയെങ്കിലും ഒരു വിക്സിന്റെ ചെറിയ പൊട്ടുമ്പോഴൊക്കെ ഉണ്ടാവും. അതൊന്നും അറിയില്ലല്ലോ, ആരും ഇത് ചെക്ക് ചെയ്യണില്ലല്ലോ. ഇപ്പൊ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജും പിന്നെ അത് കഴിഞ്ഞാൽ എത്ര സ്ഥലം കഴിഞ്ഞിട്ടാണല്ലോ ആളുകൾ ഇരിക്കണം. അപ്പൊ ഈ ആവശ്യത്തിന്റെ കൂടുതൽ ആൾക്കാർക്കൊക്കെ അറിയാം, ഇയാൾ എന്താണെന്ന് അറിയാം. ഇയാളപ്പോ ഒരു 10 ദിവസം നിന്നാൽ മതി, ഇയാൾ എന്താണ് അറിയുന്നുണ്ട്. പക്ഷെ ആരും എന്ത് ചെയ്യൂല അറിയോ, പുറത്ത് ഒന്നും പറയില്ല. കാരണം എന്താ, ഓല അന്നമുടി മുട്ടൂലേ. കൂട്ടിരിക്കണേ നമ്മളെ കുടുംബത്തിലുള്ള താഹിര നട്ടേ, താഹിര നമുക്കൊന്ന് കാണാണ്ട്. അന്ന് പണ്ട് ഓനെ ഒന്ന് വെല്ലു വിളിച്ചാണ്, ജന്താർ ആമിദിനെ പറ്റി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാന്നൊക്കെ ചോദിച്ചു. കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പണിയെടുത്തിരുന്നു. അവിടെ പെരിന്തൽമണ്ണ മൗലാനോട് ചാരിറ്റി ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അത് കണ്ടപ്പോ അന്നത്തെ തായർ അല്ല ഇന്നത്തെ തായർ, മാറ്റങ്ങൾ വന്നു. അപ്പോ തായറിന്റെ വെല്ലു വിളിച്ചു. തായറും അവിടെ അതേമാതിരി മജ്ലിസിൽ സുബൈക്ക് മജ്ലിസ് യൂസ് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവറെ തോന്നുന്നുണ്ട്. ഒന്നത്തെ പണി അത് അറിയില്ല, ഇപ്പൊ അവിടെ മജ്ലിസിലാണ്. ഇവരൊക്കെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇനിയൊരു കൂലിപ്പണിക്ക് പോയി ഡ്രൈവിംഗ് സ്കൂളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 റുപ്യ 800 റുപ്യ 1000 റുപ്യ ശമ്പളം ഇട്ടു. ഇത് ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്തായി, പോയില്ല. ഇനിയിപ്പോ ആമിദിനെ പറ്റി ഇനിയിപ്പോ ഒക്കെ ഒരു അറിയാം, അതൊന്നും ഒരു പറയില്ലല്ലോ. നമ്മളെന്നെ ഇപ്പൊ എന്താ സാഹചര്യം ഇങ്ങനെ നമ്മളെ പറ്റിട്ട് മോശമായിട്ട് പറഞ്ഞോണ്ടല്ലോ പലതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ വളം വെക്കണത് ആരും തെളിവുകളായിട്ട് ആരും വരില്ല. ഇല്ല, അത് പേര് അടിച്ചമർത്തി വെച്ച രീതിയിൽ നിൽക്കുകയാണ്. പിന്നെ പലരും ചിന്തിക്കുന്നതാണ്, എന്തിനാ വെറുതെ നമ്മളൊരു പ്രശ്നത്തിന് പോണേ, അത് പോണ വൈക്ക് പോട്ടെ എന്നുള്ളതാണ് ചിന്തിക്കുക. പിന്നെ പൈസ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കും, അഡ്മിന്മാരെ താത്താർക്കൊക്കെ കൊടുക്കൂലേ. അല്ലാതെ അതിപ്പോ നിങ്ങള് 10 ലക്ഷം തന്നാണ്ട് വീഡിയോ ചെയ്യണ മാതിരി പൈസ 10 ലക്ഷം തന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വന്നിരിക്കണത്. അപ്പൊ എന്താ ചെയ്യലേ, ഈ ആളുകൾ വരുന്നല്ല, ഈ ആളുകളൊക്കെ വിശ്വസിക്കാണല്ലോ. ആമിത് അവിടെ നിന്ന് പറയാണ് ഇത്ര പൈസ നമ്മളിരുന്ന് ഇപ്പത്തെ കാലത്ത് ഒരു എന്ത് സാധനം മേടിച്ചു കഴിഞ്ഞാലും അത് ഹെക്കായിട്ടല്ലാതെ അറാമായ രീതിയിലാണ് വെച്ചാല് എന്തെങ്കിലും ഒരു തെളിവ് നമ്മൾ വെക്കൂലേ, ഇന്നല്ലെങ്കിൽ നാളെ അതിക്ക് തിരിച്ചടിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, ജനങ്ങൾ തെളിവ് ചോദിക്കുമ്പോൾ തെളിവ് കൊടുക്കണം. അപ്പൊ ആ തെളിവ് നമ്മൾ കയ്യിൽ വെക്കണം. തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ ഒരു ഫോട്ടോയെങ്കിലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോ എന്താ പേരൊക്കെ അർത്ഥമുള്ളത്. പിന്നെ ഈ ബോംബെ നിങ്ങളൊരു കോമഡി ആണല്ലോ, എന്താ സംഭവം? അതാ ചികിത്സക്ക് വന്നത്. അത് പിന്നെ റൂമില് ആദ്യം ആ സ്ത്രീ വന്ന് പോയിക്കണു, ഒരു പ്രായമായ സ്ത്രീയാണ്. പോയി ശരീരം ആകെ ചൊറിയാണ്, അതിന് വേണ്ടിയിട്ട് വന്നിക്കണ്. അപ്പൊ അമിതിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ അവിടെ വേറെ ആളുണ്ട്. പെണ്ണുങ്ങൾ വന്ന പെണ്ണുങ്ങളുണ്ടാവും, ആളുകൾ. ഞാനും ഉണ്ടാവും, എനിക്ക് കുറച്ചൊക്കെ ഹിന്ദി അറിയാമെന്ന്. അപ്പോ ഈ ചൊറിച്ചിലിന് മൂപ്പര് എന്ത് ചെയ്തു, ഓട് കൊണ്ടുവരാൻ പറഞ്ഞു. ബോംബെയിൽ അവിടെ ഓടിട്ട് ഉള്ളേരി പോകണം, ഇതൊക്കെ മുന്നേ. അന്ന് ഞങ്ങൾ ഭയങ്കര ഇതാണ്, നല്ല കമ്പനി വർത്താനൊക്കെ പറഞ്ഞ് മൂപ്പരും തന്നെ ചികിത്സയൊക്കെ ചെയ്യുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ് മൂപ്പരെ ചികിത്സാ രീതികളൊക്കെ, സംസാരമൊക്കെ. അപ്പോൾ ഓട് കിട്ടൂല, ഈ പാവ ഓടിന് വേണ്ടി കുറെ നടന്നിക്കില്ല. അത് പിറ്റേന്ന് വന്നപ്പോൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ, ഓട് ഇതിന്റെ രോഗം മാറണം. ആയത്തെ എഴുതി ഖുറാൻ ചികിത്സയാണല്ലോ, ഈ ഓടുമ്പോൾ ആയത്തെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് ഉയിഞ്ഞു കഴിഞ്ഞാൽ, ഓടുകൊണ്ട് ഉയിഞ്ഞു കഴിഞ്ഞാൽ ശരീരം മാറുന്ന പറഞ്ഞു. തെളിവുണ്ട് കേട്ടോ, അമിത ആളുകളുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കൊടുന്നു പാവം. ഈ പാവം ഓട് മാത്രമല്ല കൊടുന്നത്, അതിൻ്റെ കൂടെ വേറെയും കുറച്ച് രോഗികളെ കൊടുന്നു.
ഈ കൂട്ടത്തിൽ രോഗിയാണ്. ആ വരുമ്പോ പിറ്റേന്ന് മുപ്പത്തേർന്ന് മാറാനൊന്നും കഴിയില്ല, അപ്പൊ മാറി രോഗി കൊടുത്തു. അപ്പൊ ഞാൻ റൂമിലുണ്ട്, പുള്ളി ഞങ്ങൾ കഴിഞ്ഞ് 8 മണിക്ക് അപ്പൊ അവിടെ ഇരിക്കുകയാണ്. ഇവര് വന്നപ്പോ ഞാൻ പറഞ്ഞു അന്തർ പോയിട്ട് പറഞ്ഞു, ഉള്ളിലിരുന്നു. അപ്പൊ ഹാമിദ് എന്തുണ്ട് കുളിക്കാൻ വേണ്ടി ഞങ്ങൾ വേറെ വീട്ടിലാണ് റൂമിലാണ് പോക്ക്, അവിടെ കുളിക്കും. ഞാൻ കുളി കഴിഞ്ഞാൽ ഇയാൾ പോയിക്കണം. അപ്പൊ ഞങ്ങൾ രാവിലെ കഴിഞ്ഞ ഒരു ഷട്ടറുണ്ട് റൂമിൽ, അത് തുറന്നിടും വെളിച്ചം വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹാമിദ് ഞാൻ എന്റെ കണ്ണിന് നടന്ന കാര്യങ്ങളാണ് പറയുന്നത്, ഇതൊന്നും പറയാൻ പാടില്ല ആൾക്കാരെ മുന്നിൽ, കാരണം എനിക്ക് തന്നെ ഒരു വഷളത്തില. ഇയാൾ ഓരോരോ കാട്ടിക്കുട്ടികളാണ്. ലജ്ജ എന്ന് പറഞ്ഞ സാധനം അല്ലല്ലോ. ഹാമിദിനോട് പറഞ്ഞു, ഹാമിദ് എങ്ങനെ ആ പെണ്ണുങ്ങൾ വന്നിക്കണം, ഇരിക്കാൻ പറയും, ഞാൻ എപ്പോഴും വരാം കുളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ വരും. അപ്പൊ ഹാമിദ് എന്ത് ചെയ്തിരിക്കണ്, ഒരു പിന്നെ പോളിസ്റ്ററിന്റെ തുണിയാണ്, പണ്ടൊക്കെ വല്യമാരൊക്കെ അവിടുന്ന് നല്ല വെയിൽ അടിക്കണ്ടല്ലോ. അപ്പൊ അവരിങ്ങനെ വന്നപ്പോ തുറത്തുകൊണ്ട് ഇങ്ങനെ ഇട്ടിങ്ങനെ നടന്നിങ്ങനെ വരുന്നുണ്ട്, ബനിയനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, തുണി ബാക്കി ഫുള്ള് കാണുന്നുണ്ട്. അപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്റെ അവിടെ ആങ്കറിന്റെ ഉള്ളില് തോപ്പുണ്ട്, വെള്ള തോപ്പും പിന്നെ ഇതും ഇന്നർവെയറും എടുത്ത് തരുന്നതാണ്. ഞാൻ പറഞ്ഞു അടുത്ത് തരില്ല, കാരണം ആ പെണ്ണുങ്ങളൊക്കെ അവിടെ ഇരിക്കുകയാണ്. എടുക്കുന്ന സമയത്ത് മൂപ്പര തുണിയാളെ കൂട്ടത്തിൽ ഇന്നർവെയർ ഒക്കെ ചാടി എനിക്ക് വശലത്തെ എനിക്കൊരു മോശമല്ലേ, അത് ചാടിയിട്ട് പിന്നെ എടുത്തേക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത് തരില്ല എന്നാണ്. നിമിഷ നേരം കൊണ്ട് മൂപ്പര് ഇങ്ങനെ നിന്നിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ ആലോചിച്ചു. നിങ്ങൾ മുത്തപ്പ ഒരു കാര്യം ചെയ്യും, ഓരോട് പറയും നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്, നിങ്ങളുടെ രോഗം എന്താണ്, നിങ്ങളത് മനസ്സിൽ കരുതിക്കോളിയും, അള്ളാഹിനോട് ദുആ ചെയ്തോളിയും, കണ്ണ് മൂടിയിട്ട് 7 പ്രാവശ്യം സൂറ ഫാത്തിഹ പഠിച്ചു, ഫാത്തിഹ സൂറത്ത് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അതേമാതിരി പറഞ്ഞു. അത് സ്വലാത്തുൽ ഫാത്തിഹ അന്നൊന്നും ഞാൻ ചെല്ലൊന്നും കണ്ടിട്ടില്ല, അന്ന് മജ്ലിസിലൊന്നും ഈ സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല. പിന്നെ അന്ന് ഞാൻ ഫാത്തിഹ സൂറത്തല്ല പറഞ്ഞു. ഇയാൾ പറഞ്ഞ മാതിരി ഇവര് കണ്ണുമൂടി എല്ലാ പെണ്ണുങ്ങളും ഒരേ സ്വരത്തില് നല്ല ഒച്ചത്തിൽ ഇങ്ങനെ ചെല്ലുകയാണ്. ഇയാള് നേരെ റൂമിലേക്ക് വന്നു. ഒരു പാമ്പിനെ മുന്നിൽ കൊണ്ടുവച്ചാൽ ഇവര് കണ്ണു തുറക്കൂല, കാരണം ഇവർക്ക് എന്താണ് ഇവരെ അസുഖം മാറണം, അതാണ് ഇയാളുടെ വിശ്വാസമാണ്. ഇയാൾ ഇവരെ മുന്നിൽ വന്നിട്ട് ആങ്കർമെന്ന് ഇയാൾ ഇന്നർ ഇട്ടു, ഈ തോപ്പ് ഇട്ടു. ഞാൻ ചെറിയ വന്നിട്ട് എന്റെ കൈ ഇങ്ങനെ കടിച്ചിട്ട് ഞാൻ പുറത്തേക്കാണ് പോയി. സത്യം അത് ഇന്ന് തെളിവിന് ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അതൊരു ഞാൻ എല്ലാ അമിതങ്ങളെ കുരുത്തക്കേട് തട്ടു, ഞാൻ പറയാൻ വരൂല തങ്ങളെന്ന് പറഞ്ഞാലും ഞാൻ പോലെ വരുത്തും, അതിന് എന്നെ കൂടെ കഴിയും. മനസ്സിലായി, തങ്ങളാന്ന് പറഞ്ഞാല് കറാമത്ത് കൂടെ വരുത്താൻ എന്നെ കൂടെ കഴിയില്ല. പക്ഷെ ഞാൻ ഒരേറ്റ് ബന്ധമുണ്ട്, ഞാൻ ബോംബെയിൽ ഇപ്പോഴും പോക്കുണ്ട്, ബന്ധമുണ്ട് എനിക്ക് അവിടെ ഇപ്പോഴും. ഏത് സമയത്തും എനിക്ക് കയറിച്ചല്ല, കാരണം ഞാൻ അവിടുന്ന് എന്ത് ചെയ്തിട്ടില്ല, പിന്നെ ഇങ്ങനെ ഇതായിട്ടില്ല. അപ്പോ അതാണ് ആ വിഷയം, ഞങ്ങൾ തെറ്റുള്ള വിഷയങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഈ പെണ്ണുങ്ങളെ മുന്നിൽ വന്നുകൊണ്ട് ഫാത്തിഹ സൂറ 3 കഴിഞ്ഞപ്പോ ഇയാൾ പരിപാടി കഴിഞ്ഞു, അത്രത്തേക്കിലും പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ മുന്നിൽ വെച്ചിട്ട് പെണ്ണുങ്ങൾ ചെറിയ റൂം, അതിന്റെ ഉള്ളിലാണ് ചികിത്സ, ഞങ്ങൾ ഉറങ്ങലും ചികിത്സയും പരിപാടികളൊക്കെ. അപ്പൊ അവിടെ നിന്ന് ഇത് കഴിഞ്ഞു, ഇരുന്നു ഇങ്ങനെ കട്ടി. അപ്പോൾ ഇവിടെ വന്നിക്കണല്ലോ, അപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങൾ ഇവിടെ എത്തിക്കണത്. അങ്ങനെ എന്ത് ചെയ്ത് ഇവര് കണ്ണുറന്ന് ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞപ്പോൾ ആൾ ഇവിടെ ഹാജരായിക്കണ്, ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും തന്നെ പിന്നെ ഞാൻ വന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഹിന്ദിയിൽ മൂപ്പര് പറഞ്ഞുതരും, ഹിന്ദിയിൽ ഓരോ ഒപ്പം വന്ന ആൾക്കാരും ഇതേമാതിരി എന്തൊക്കെ വിഷയങ്ങളായിട്ടാണ് വന്നിക്കുന്നത്, അതൊക്കെ ഒരു പോയി. കൂടുതൽ ഹാമിദ് എന്ത് ചെയ്തില്ല, ബോംബെയിൽ നിന്നിട്ടില്ല, നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അതേമാതിരി തിരിച്ചു പോന്നു, അതിനും തെളിവുണ്ട്. ഫോട്ടോ, ഈ ഫോട്ടോന്റെ കേസുകളൊക്കെ ഉണ്ടല്ലോ, തിരിച്ചു പോന്നിട്ടോ. ഇത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ അവിടെയും ഇവിടെയൊക്കെ ആവുകയാണ്. ഇതൊന്നും കഥ ആയിട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആയിട്ടൊന്നല്ല. സ്ക്രിപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കഥ ആയിട്ടാണ് വെച്ചെങ്കിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാണാപ്പാടം പഠിച്ചത് പറയാൻ കഴിയും. പിന്നെ അതിനോട് തെറ്റി ഈ കല്യാണ വിഷയത്തിൽ. പിന്നെ 3 ദിവസം ട്രെയിൻ ടിക്കറ്റ് കിട്ടുന്നില്ല ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക്. പിന്നെ കിട്ടി 3 ദിവസം. ഞാൻ അതേമാതിരി അവിടെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, ഞാൻ 3 ദിവസത്തിനോട്. അല്ല, ഞാൻ ഇതിന്റെ ഇടയിൽ കാര്യം ചോദിക്കട്ടെ, ഈ ചികിത്സ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ തകിടും ഇതുമൊക്കെ എഴുതണമൊക്കെ നമുക്ക് ഒരുവിധം ചികിത്സ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഓഡിയറ്റിലെ ചികിത്സ വന്നത് അതെന്താ മാറിയിരിക്കണം ഉപചാരത് അന്നൊക്കെ നിങ്ങൾ അവിടെ ഉണ്ട്, പിന്നെ വന്നിത് മാറിയിട്ടില്ല. പിന്നെ അവർ അവരോടുകൂടി നിർത്തിയാതോ? അത് പിന്നെ സ്വാഭാവികമായിട്ട് പിന്നെ ഒരു വരൂല, കാരണം അത്രയും ദൂരത്ത് നല്ല വരുന്നത്. 2 വട്ടം വന്ന് വിശ്വാസം കഴിഞ്ഞാൽ വട എന്ന് പറഞ്ഞ സ്ഥലമാണ്, ബോംബെയില് വട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്നാണ് എന്ത് ചെയ്യുന്നത് ഇറ്റിങ്ങൾ വരുന്നത്, ബസ് ഉള്ള ഏരിയയാണ്. അവിടുന്നാണ് എന്ത് ചെയ്യുന്നത് ഇറ്റിങ്ങൾ വന്നിരിക്കുന്നത്. ഏതോ ഒരു മലയാളി താത്ത പറഞ്ഞിട്ട് അങ്ങനെ വന്നാണ്. അങ്ങനെ വന്ന പിന്നെ എന്താണ് വയസ്സായതല്ലേ, പിന്നെ വന്നിട്ടില്ല. പിന്നെ അവിടുന്ന് നിങ്ങൾ ഈ കല്യാണ വിഷയം തെറ്റി എന്നോട് 2-3 ദിവസം ഞങ്ങൾ സംസാരമൊന്നുമില്ല. ടിക്കറ്റ് കിട്ടി, ഞാൻ അതേമാതിരി കോഴിക്കോട് ഇറങ്ങി. മൂപ്പരിനോട് സലാനം കൂടി പറഞ്ഞിട്ടില്ല. മൂപ്പര് അങ്ങനെ വയനാട്ടിൽ മൂപ്പര് അളിയും വന്നിരുന്നു, വണ്ടി കൊണ്ട് പോയി. ഞാൻ വീട്ടിലേക്കും വന്നു, ഉമ്മാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ സംഭവിച്ചത്. ഞാനൊരാഴ്ചയൊക്കെ ഇവിടെ നിന്ന് നാട്ടില് തിരിച്ചു ബോംബെക്ക് പോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു ബന്ധമല്ല. പിന്നെ ബന്ധം എന്ന് പറഞ്ഞാൽ 2016 ഞാൻ അണ്ടമാൻ നിക്കോബാറിൽ ഒന്ന് പോയപ്പോ അവിടെ ഇയാളുണ്ട്. ഇയാളെ അനിയനും മുസ്തഫയുണ്ട് അവിടെ അന്തമാനില് ടൗണിൽ തന്നെ. ഇയാളെ റൂമിൽ ഇതേമാതിരി ചികിത്സ ഉണ്ട്. അന്നാ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പിന്നെ നമ്മളോട് തെറ്റിയാലും പിന്നെ വേറെ സ്ഥലത്ത് ഉണ്ട് കാണുമ്പോ ഒരു പൂതി ഉണ്ടാവില്ലേ. അപ്പൊ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു കാര്യം ചെയ്തപ്പോൾ ഞാൻ തടസ്സം ഞാൻ ചെന്നു. അപ്പൊ എന്നോട് സംസാരമൊന്നുമില്ല, അല്ലാതെ ഉണ്ട്. ആ ദേഷ്യം അയാളെ മനസ്സിലൊന്നുണ്ട്, ആ പകണ്ട്. ഞാൻ ശരി തിരിച്ചു വന്നു. ഞങ്ങൾ വന്നപ്പോൾ നിങ്ങളെ കാണാൻ വന്നാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. പിന്നെ ഞാൻ ഗൾഫിൽ പോയി വന്ന് തിരിച്ചു. എന്റെ കല്യാണം 2018. അപ്പൊ ഞാൻ എന്നാ ശരി ആമിദിനോട് പറയണ്ടെന്ന്. പക്ഷെ എന്റെ അമ്മ പറഞ്ഞു, മാരോട്ടി ആമിദിനോട് കല്യാണം വിളിച്ചു പറഞ്ഞു.
അപ്പോൾ ഞാൻ വിളിച്ചു, നമ്പറൊക്കെ ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും കവിത, ഞാനാണ് മുത്തുപ്പേണാണ് പറയുന്നതാണ്. അപ്പോൾ ഇയാൾ സംസാരിക്കുമ്പോൾ ഭയങ്കര ഹെഡ് വെയിറ്റ് ഇട്ടിട്ട് സംസാരിക്കാം. ഞാൻ കല്യാണമാണ് നിങ്ങൾ വരുന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല കുട്ടി എന്നെ കൊണ്ട് വരാൻ കഴിയില്ല, എനിക്ക് 500 ടോക്കണൊക്കെയാണ് ഓരോ ദിവസം. വായക്കാടാണ് ഞാൻ ഇപ്പോൾ ചികിത്സയ്ക്ക് ഇരിക്കുന്നത് 2018. അപ്പോൾ എന്താ പറയുക, ഇയാൾ നമ്മളെ കേട്ട് ഹെഡ് വെയിറ്റ് സംസാരിക്കാം. ഞാൻ പറഞ്ഞു ശരി, എന്നോട് ഉമ്മ പറയാൻ പറഞ്ഞുള്ളൂ, വരാക്കലൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ശരിയായിരുന്നു. എൻ്റെ കല്യാണം രാത്രിയാണ് നടക്കുന്നത് ഓഡിറ്റോറിയത്തിൽ. ഇയാളുടെ ഞാൻ പുതിയണ്ണിനേറ്റ് വന്ന് ഇറങ്ങുമ്പോൾ ഇയാൾ മുന്നിൽ ഇവിടെ ഈ വരില്ല എന്ന് പറഞ്ഞ ആള് മുന്നിൽ ഫോട്ടോ ഉണ്ടാവില്ല. ഫോട്ടോ ഉണ്ട് അതിലുണ്ട്. കല്യാണത്തിന് വന്ന് എൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കണം ഓഡിറ്റോറിയത്തിന്റെ അവിടെ നിൽക്കണൊക്കെ ഫോട്ടോകളുണ്ട്. എന്തോ അള്ളാന്റെ ഇതുകൊണ്ട് ഞാൻ എടുത്തല്ല ഫോട്ടോ, അതൊക്കെ ക്യാമറമാന് ഇന്ന കല്യാണത്തിന് ഓടുത്ത ഫോട്ടോത്തിലെല്ലാം ആൽബത്തിലും ഇയാൾ പതിഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിടത്തോളം ഞാൻ മനസ്സിലാക്കിയത്തോളം എന്താ അറിയോ, റബ്ബിന്റെ മുന്നിൽ അധിക കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അറിയാം, ഈ കള്ളത്തരം കൊണ്ടിടക്കാൻ പറ്റൂല. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നാണ് നമ്മളൊക്കെ പഴഞ്ചൊല്ലി ഇട്ടിട്ടുണ്ടല്ലോ. അത് വെറും പറച്ചിലല്ല, ഇതിനൊക്കെ പടച്ചോനെ ദിവസം വരെ കണക്കാക്കിയിട്ടുണ്ടാവും. മല പോലെ ഉയർത്താനും നേരെ കീബോർഡ് തള്ളിടാനും പടച്ചോന് കഴിയുന്ന പറയുന്നത് വെറുതെ ഒന്നല്ലല്ലോ, അത് ഉള്ള കാര്യമാണ്. അതിനിപ്പോ ഒരു ഉദാഹരണം ഇപ്പൊ ഇങ്ങനത്തെ ഈ ഫോട്ടോകളൊക്കെ അന്ന് മുതൽക്ക് 10 കൊല്ലം മുന്നുള്ള കാര്യങ്ങൾ വരെ നിങ്ങളെ കയ്യിലുണ്ടാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ പറയും, മുത്തുപ്പാ ഞാൻ ആരോട് സംസാരിക്കുകയാണെങ്കിലും എവിടെ നിൽക്കുകയാണെങ്കിലും നിങ്ങൾ ഫോട്ടോ ഇങ്ങനെ എടുത്തോണ്ടി, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഫോട്ടോ ഇങ്ങനെ എടുത്തോണ്ടി. മൂപ്പര് വേറെ ആളോട് ടീമിനെ സംസാരിക്കുകയാണെങ്കിലും ഇന്നോട് ഫോട്ടോ എടുക്കും. അതൊക്കെ ഫോട്ടോ എടുത്തു. അതൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ആൻഡ്രോയിഡ് ഫോണല്ലേ, അതൊക്കെ ഗൂഗിളിൽ കയറി കിടക്കുകയാണ്. ഇന്നിപ്പോ എന്ത് ചെയ്തു, അയാൾ നമ്മളെ പറ്റിയിട്ട് ഇങ്ങനെ ഞങ്ങളാണ് ഇതിന് കാരണക്കാരെ അറിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ ആൾക്കാർ കാണിച്ചു കൊടുക്കണ്ടേ. എനിക്ക് ആമിതിന്റെ അത്ര ഇമാനൊന്നുമില്ലല്ലോ, എനിക്കും ദേഷ്യം വരൂലേ ഇല്ല എന്റെ കുടുംബം അറിയുമ്പോ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഇപ്പൊ ഈ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇത് എന്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ ഞാൻ അയച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്തോണ്ടി അവിടെ ഈ പറഞ്ഞ മജ്ലിസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഫോട്ടോസിന്റെ അടുത്തുണ്ട്. അതും ഇനി നിങ്ങളെ ആളുകൾ യാമിദിന്റെ മജ്ലിസിൽ വരുന്ന താത്താരും കാക്കാരൊക്കെ ഇതും എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് നമുക്കൊന്നും പറയാനില്ല, നിങ്ങളും ഹാമിദും പഠിച്ചോനും ആവും. അങ്ങനെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണെന്ന് ഹാമിദെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഇതിൽ സൂചിപ്പിക്കുകയാണ്, ആ നുണ പറഞ്ഞ് പെടാൻ നിൽക്കണ്ട. ഇപ്പോഴത്തെ കാലേ എന്ന് എടുത്ത ഫോട്ടോ ആണ്, എത്ര കൊല്ലം മുന്നുള്ളതാണ് എന്നുള്ളത് ആ ഗൂഗിൾ ഡ്രൈവ് കയറി കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ A to Z സാധനം കിട്ടും. അന്തല്ലാതെ ഇനി അത് പറഞ്ഞ് പെട്ടുകാണ്ട് എന്റെ ഇടയ്ക്ക് വരാൻ നിൽക്കണ്ട. കാരണം ഇത് വേറെ മാതിരിയല്ല, ഇതിന്റെ A to Z കാര്യങ്ങൾ പഠിച്ചെടുക്കും. ന്യൂസ് ഹാക്കർ ഇതാണ് എന്റെ ചാനലിന്റെ പേരിന്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത്ര പറയാം. പിന്നെ വേറെ കാര്യം, ഇനി ഇയാൾ യുനാനി ചികിത്സ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താ നോട്ടീസ് ചെയ്തിട്ടില്ല ഇപ്പൊ ഒരു വീഡിയോയിൽ ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട്, എല്ലാരും കേട്ടോളി. ഇയാള് നോട്ടീസിന്റെ ഒരു എന്താ പറയാ, നോട്ടീസ് ഭയങ്കര ക്രേസ് ഉള്ള മനുഷ്യനാണ്. ഏതൊരു സ്ഥലത്ത് ചെന്നാലും എന്നോട് പറയലെന്താ അറിയോ, നമ്മൾ അവിടെ നോട്ടീസ് അടിക്കണം. ഏത് ഭാഷ, ബാംഗ്ലൂർ ആണെങ്കിൽ കന്നഡ, അവിടുത്തെ മാതൃഭാഷയാണ് കന്നഡ. ബാംഗ്ലൂർ ആണെങ്കിൽ മറാഠി, അല്ല ബോംബെയിലാണെങ്കിൽ മറാഠി. അവിടെ നോട്ടീസ് അടിച്ചിരുന്നു. ഇല്ലാന്ന് പറയാന്നുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരാം, ഇതേ നോട്ടീസ് കൊണ്ടുവരും. ഇയാൾ അന്നൊന്നും പ്രശ്നമല്ല, ഇന്നല്ലാതെ പ്രശ്നമാണ്. ഇന്ന് ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട്. BUMS ഡോക്ടർമാരെന്ത് ചെയ്യുന്നുണ്ട്, അലോപ്പതി മരുന്ന് കൊടുക്കുന്നുണ്ട്. അത് അന്ന് പിടിച്ചിരുന്നില്ല, ഇന്ന് പിടിക്കുന്നുണ്ട് അല്ലേ. ഇന്നിപ്പോ എന്ത് ചെയ്ത്, ഇയാൾ ജമലുല്ലൈലി എന്നുള്ള പിടിക്കപ്പെട്ടില്ലേ, തെളിഞ്ഞില്ലേ. അപ്പൊ അന്ന് ഇയാൾ എന്ത് ചെയ്തിരിക്കണ്, യുനാനി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അന്ന് അതിൽ ചെയ്തിട്ടുണ്ട് യുനാനിന്ന്. ഏത് കാശ്മീരിലും യുനാനി എന്ന് പറഞ്ഞാലും കേരളത്തിൽ യുനാനി പറഞ്ഞാൽ എവിടെ യുനാനി പറഞ്ഞാലും യുനാനി, അത് ഇയാൾക്ക് അറിയാം. അങ്ങനെ മെൻഷൻ ചെയ്ത് കൊടുക്കുക, ആളുകൾ കാണുക. അങ്ങനെയെങ്കിലും വന്ന് കഴിഞ്ഞാല് പിന്നെ എന്ത് ചെയ്യാ, അതാണ് അങ്ങനെ എഴുതി. ഉദ്ദേശം പൈസ മാത്രമാണ്. പക്ഷെ മൂപ്പര് കളവ് പറയണം, യുനാനി ഞാൻ എഴുതിയിട്ടില്ല ഇതില്ല. കാരണം എന്താ പറയുക, അതൊരു പിന്നീട് മൂപ്പർക്ക് ഇവര് എന്തെങ്കിലും വിഷയാക്കി കഴിഞ്ഞാൽ പെട്ടുപോകുന്ന എഴുതിയിട്ടാണ് മൂപ്പര് അതിപ്പോ അതിന് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. യുനാനി ചികിത്സ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് അത് നുണ പറയാണ്. മൂപ്പര് ആദ്യത്തെ നോട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഹാജരാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹാജരാക്കൂട്ടോ. ബോംബെത്തെ കേരളത്തിലുള്ള പഴയ നോട്ടീസും കാര്യങ്ങളുണ്ട്. പിന്നെ ഇയാൾ എന്ത് ചെയ്തിരിക്കണ്, ഞാൻ എന്റെ അളിയനെ എന്റെ 2 അളിയന്മാരെയും കൂട്ടിയിട്ട് മൂപ്പര് ഒരു ദിവസം ഫോൺ വിളിച്ചു പറഞ്ഞു, ഒരു റമദാനാണ്, നിങ്ങൾ റെന്റിന് ഒരു വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് വരും വയനാട്ടിലേക്ക് വന്നു. ഞങ്ങൾ ചെന്നു, ഇവിടുന്ന് റെന്റിന് വണ്ടി എടുത്തിട്ട് 2013 ചെന്നു. കണ്ണൂർ, വടകര, നാദാപുരം ഈ ഭാഗത്തൊക്കെ മൂപ്പര് ഏരിയകൾ കാണിച്ചു തന്നു. അവിടെ ഓരോ വീട്ടിലും എന്ത് ചെയ്തു, കുറെ ക്യാൻസർ രോഗികളെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള മൂപ്പരെ പേരും കാര്യങ്ങൾ കൊടുത്തിട്ട് ഓരോ വീട്ടിൽ കയറാൻ വേണ്ടി പറയും. നോമ്പിന് ഓരോ ഏരിയകളിൽ ഞങ്ങൾ വണ്ടി കൊണ്ടു ഏതെങ്കിലും പള്ളിക്കുന്ന ദൂരം സ്കരിച്ചാൽ അസർ വരെ. അങ്ങനെ ചില വീട്ടിൽ നിന്ന് 10 കിട്ടും, 20 കിട്ടും, അങ്ങനെ കിട്ടും. നമുക്കറിയില്ലല്ലോ ഇതെന്താ പരിപാടിന്ന്. അങ്ങനെ പിരിവ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. എന്നിട്ട് പൈസ ഞങ്ങൾ കൊടുക്കും ആമിദിനെ കൊണ്ടിട്ട്. ആമിദ് എന്ത് ചെയ്യും, ഞങ്ങൾക്ക് 1000 രൂപ തന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം 2 ദിവസം ഞങ്ങൾ ഒരു ദിവസം ആമിദിന്റെ വീട്ടിൽ കിടന്നിട്ടുണ്ട്. അവിടെ അച്ചൂര് ഓരോ വീട്ടുകാർക്കൊക്കെ അറിയുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, പിരിവ് അന്നേ പിരിവില് ക്യാൻസർ രോഗികളെ കിഡ്നിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുള്ള ഇതൊക്കെ ചെയ്തിട്ടാണ് പിരിവ്. നമ്മള് പൈസ പിരിപ്പിച്ചിട്ട് ഞങ്ങളെ കൊണ്ട്. അതെനിക്കറിയില്ല. ഈ പൈസ നമ്മളെ മൂപ്പരെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് ഞങ്ങൾക്ക് 1000 രൂപ തന്നു, വണ്ടിന്റെ റെന്റ് കൊടുക്കാളും തന്ന് ഞങ്ങൾ നമ്മളെ നാട്ടിൽ പോകുന്നു. അത് ആ ഒരൊറ്റ പരിപാടി മൂപ്പര് നമ്മളോട് ചെയ്തിട്ടുള്ളൂ. പിന്നെ മൂപ്പർക്ക് തോന്നി ഇവര് പിരിവിലൊന്നും അത്ര എക്സ്പെർട്ട് അല്ല. കാരണം ഞമ്മക്ക് തന്നെ മടിയായി തുടങ്ങി. ഓരോ വീട്ടിൽ നോട്ടീസ് കൊണ്ട് ചെല്ലുമ്പോലെ ആൾക്കാർക്ക് തന്നെ പൈസ തരാം. അന്നത്തെ കാലത്ത് പിന്നെ മൂപ്പർക്ക് മനസ്സിലായി ഇവരതിന് പറ്റൂലെന്ന്. പിന്നെ ഞങ്ങളെ വിളിച്ചിട്ടില്ല. അങ്ങനെയാണ്
ആ ഒരു വിഷയം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെല്ലാവരും കേൾക്കണം, ഈ വീഡിയോ കാണണം. ഞാൻ ഇവിടുന്ന് ചെന്നൈക്ക് വണ്ടി കൊണ്ടാണ്, ഇപ്പോൾ ചെന്നൈയിലാണ് ഞാൻ പോണ സമയത്ത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരാരെങ്കിലൊക്കെ ഒപ്പം പോകും. അപ്പോൾ ഞങ്ങൾ ഈ അവർ ഈ ആമിദിൻ്റെ വിഷയം പറഞ്ഞ സമയത്ത് ഞാൻ ഒരു ദിവസം പറഞ്ഞു, പിന്നെ അവർ ആമിദിന്റെ ഭാഗത്തേക്കാരം അങ്ങനെ ഓലന്മാരൊക്കെ എന്തുണ്ടാവും ചിലപ്പോൾ ആമിദിന്റെ വീഡിയോ ചാനലൊക്കെ വയസ്സായ ആൾക്കാരല്ലേ. അപ്പൊ ഞാനോട് പറയും, കാരണം അജ് എൻ്റെ ആ പൈസ അവിടെ കൊണ്ടുപോയി കൊടുക്കണതൊക്കെ എൻ്റെ കുട്ടിയൊക്കെ പേരക്കുട്ടിയൊക്കെ അതെടുത്ത് അതെന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാവുക, പൈസ ഉണ്ടാവും, അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന പൈസ ഇവിടെ കുട്ടിയൊക്കെ വാങ്ങി കൊടുത്താലേ. അല്ലാതെ എന്ത് ചെയ്യണ്ട, ഓൻ്റെ മൂപ്പര മതി ഓനെ തന്നെ പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് പറയും, ഓൻ്റെ തന്നെ പറഞ്ഞു, ഓൻ്റെ മതി എന്ത് ചെയ്യണ്ട എന്നോട് പറയണ്ട. വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോട്ടോ ഈ യാത്രയല്ലേ 12 മണിക്കൂർ ദീർഘയാത്ര. അതിൽ മൂപ്പരിനോട് എന്താ പറയുക, എൻ്റെ കൂട്ടുകാരൻ നിങ്ങൾ തങ്ങന്മാരാണ്, നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളെ മാതിരിയല്ല, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും തട്ടും, അതാണ് പ്രശ്നം, നിങ്ങൾ അങ്ങനെ പറയരുത്. അങ്ങനെ ആമിദിന്റെ മുന്നിൽ വെച്ചിട്ടും എൻ്റെ മുന്നിൽ വെച്ചിട്ടും അങ്ങനെ പറയരുത്. അതൊക്കെ ഞങ്ങൾക്കൊരു എന്താവും പിന്നെയും ഒരു പ്രചോദനം. അവൻ പറയാൻ എന്നോട് നിങ്ങൾക്ക് തമ്മിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഞാൻ പല വീഡിയോയിൽ പറയാറുണ്ട്, തങ്ങന്മാരെ നമ്മൾ ബഹുമാനിക്കണം, തങ്ങന്മാരെ നമ്മൾ ബഹുമാനിക്കണം. ഞാനും അങ്ങനെ കരുതുന്ന ഒരാളാട്ടോ, തങ്ങന്മാരെ നമ്മൾ ബഹുമാനിക്കണം ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിക്കുന്ന ആളുകളെ എന്തിനു നമ്മൾ ബഹുമാനിക്കണം? ഞാനത് ചോദിക്കില്ല. തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിക്കുന്ന ആളുകളെ നമ്മൾ ബഹുമാനിക്കണ്ടാവും. ഇഞ്ച പ്രായത്തിലെ ഒരു തങ്ങളുണ്ട്, ഞങ്ങളെ തുണക്കാരനാണ്, ഞങ്ങളെ നാട്ടില്. ഞങ്ങള് ഇങ്ങളെ വിളിച്ചത്, തങ്ങളെ എന്നുള്ളതാണ് നമ്മൾ വിളിക്കരുത്. അത് മൂപ്പരോട് നമുക്കില്ല ബഹുമാനാ, കാരണം മൂപ്പര് തങ്ങളുടെ ഫാമിലിയാണ്. അപ്പൊ നമ്മളെ ബഹുമാനം കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. ഇയാള് ശരിക്കും തങ്ങളാണോ അല്ലേ? അതിനെ കുറിച്ച് എന്താ വല്ല ഐഡിയ ഉണ്ടോ? ഞാന് പിന്നെ ഇത് നിങ്ങളല്ല കുറെ ആൾക്കാരോട് ചോദിച്ചതാണ്, മൂപ്പര് ചെയ്ത് തന്നെയാണോ. അപ്പൊ ജമലുലൈലി അത് ബോംബെ തന്നെ ഞാൻ പറഞ്ഞതാണ് മൂപ്പരോട്, നിങ്ങൾ ജമലുലൈലി നിങ്ങൾ എന്ത് ചെയ്യണ്ട, അവിടുന്ന് മൂപ്പര് ഇതേമാതിരി അഡ്രസ് ജമലുലൈലി മൂപ്പര് എന്ത് ചെയ്തിട്ട് കേറ്റിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അമിത വേണ്ട, ഏതെങ്കിലും സമയത്ത് ജമലുലൈലി കബീലിൽപ്പെട്ട തങ്ങന്മാർ വന്നിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മറുപടി കൊടുക്കേണ്ടി വരും. അതൊന്നും പ്രശ്നമല്ല, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, നിങ്ങളെ കബീല നിങ്ങൾക്ക് നിങ്ങളെ സിൽസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഉണ്ടത്, ഞങ്ങളെ കബീല ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പാന്റെ ഞങ്ങളെ ഉണ്ട്. അപ്പൊ മൂപ്പനോട് എന്താ പറഞ്ഞോ, നിങ്ങളതെന്നാ എനിക്ക് തരുമോ, ഞാൻ അതിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു വെല്ലിപ്പാന്റെ വീട്ടിൽ എന്റെ പേര് കൂട്ടി എന്നോട് പറഞ്ഞാണ് മൂപ്പര്. ഏതെങ്കിലുമൊക്കെ ഞങ്ങൾ വെല്ലിപ്പ പിന്നെ വാപ്പാന്റെ വാപ്പ അങ്ങനെ ഇത് ഖബർ ഇവിടെ ഞങ്ങൾക്ക് ഉണ്ട്, അങ്ങാടിപ്പുറത്ത് എനിക്ക് അറിയുന്നുണ്ട്. മൂപ്പരിനോട് ചോദിച്ചാണ്, അത് ഞാൻ എനിക്ക് തരുമെന്ന് ചോദിച്ചാണ്. അപ്പൊ നിങ്ങൾ ഓർക്കണം മൂപ്പരത് അതന്നെ ഒരു കളവല്ലേ, ഏതെങ്കിലും ഒരു പരമ്പരയിൽ കയറി ചെല്ലാൻ പറ്റും? ഒരിക്കലും പറ്റൂല. നമുക്കിപ്പോ നമ്മളെ പരമ്പര എന്റെ ഫാമിലി എന്ന് പറയുന്നത് എന്റെ വീട്ടുപേര് പാരമ്പര്യമായിട്ട് പോണ സാധനമാണ് എന്റെ വീട്ടുപേര്. വല്ലിപ്പാന്റെ കാലം മുതൽക്ക് തൊട്ടിലെ വീട്ടുപേരാണ്, നമുക്കൊക്കെ വീട്ടുപേരാണ്, ഒരു വീട്ടുപേരനാണ് പറയുന്നത്. അങ്ങനെ മൂപ്പരോട് ഞാൻ പറഞ്ഞു, മൂപ്പര് ഇനി നമ്മൾ പറഞ്ഞു കേൾക്കില്ലല്ലോ, ആരും പറഞ്ഞു കേൾക്കില്ല. മൂപ്പർക്ക് അങ്ങനെ ഒരു ഇതാണ്, ലജ്ജ എന്ന് പറഞ്ഞ സാധനമല്ല. പിന്നെ കുറച്ച് എന്താ പറയാ, ഒരു ഈഗോ ഉണ്ട് ആൾക്ക്, ഉണ്ട് കുറച്ച് അഹങ്കാരം ഉണ്ട് സംസാരത്തിലും കാര്യങ്ങളൊക്കെ. കാണുന്ന വീഡിയോ കാണാൻ എല്ലാവർക്കും അറിയാം. അപ്പോ ഇതിലിപ്പോ മൂപ്പര് ജമലുലൈലി എന്നുള്ളത് മൂപ്പര് ഒഴിവാക്കി. അത് ഒഴിവാക്കി എന്തുകൊണ്ട്? സ്വന്തം തങ്ങളാണെന്ന് വെച്ചാല് ഓരോ തങ്ങന്മാർക്കും ഓരോ കബീലുണ്ടാവും. എന്തുകൊണ്ട് എന്നിട്ട് മൂപ്പരെ കബീൽ എപ്പോഴും മൂപ്പരെ പേരിനോടൊപ്പം തെളിയിക്കാൻ കഴിയാം. അത് ഇപ്പൊ നാളെ വീഡിയോ പറഞ്ഞു, അതിന്റെ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് സെർച്ചിങ്? സ്വന്തം തന്ത ആരാന്ന് തിരിച്ചറിയാം. അങ്ങനെ വന്നു പോയതാണ്, സോറി. നിങ്ങള് പിന്നെ അല്ല അത് ദേഷ്യം വന്നാൽ ചിലപ്പോ അതൊക്കെ പറയാം. അല്ല ഞാനതാ ചോദിക്കണത്, ഇപ്പൊ എന്റെ ഉപ്പ ആരാന്നുള്ളത് ഇച്ച നാട്ടുകാരോട് ചോദിച്ചറിഞ്ഞിട്ട് വേണ്ട, ഇഞ്ച അമ്മാനോട് ചോദിച്ചാൽ ഇഞ്ചമ്മ കൃത്യമായിട്ട് പറഞ്ഞുതരും ഇഞ്ച ഉപ്പ ആരാണെന്നുള്ളത്. നിങ്ങളിപ്പ ആരാണെന്നുള്ളത് അമ്മാനോട് ചോദിച്ചമ്മ പറഞ്ഞുതരും. ഇപ്പാന്റെ ഉപ്പ ആരാന്നുള്ളതും നമ്മളമ്മാരോട് ചോദിച്ചമ്മാര് പറഞ്ഞുതരും. അതിന്റെ അപ്പുറം എന്ത് സെർച്ചിങ് ആണ് നമ്മളെ സ്വന്തം വീട്ടുപേരിന് വേണ്ടിയിട്ട് ഈ കബീലക്കും വേണ്ടിട്ട് സെർച്ച് ചെയ്യണത്? ഞാൻ അതാ ചിന്തിക്കണത്. എനിക്ക് ഓരോന്ന് ചിരി വരികയാണ് ആൾക്കാരൊക്കെ കാണുമ്പോഴേ. ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്ക് പറയേണ്ടത് വേറെയാണ്. അവിടെ ജനിച്ച ഒരു കുട്ടിക്ക് കച്ചവട സ്ഥാപനം ഉണ്ടല്ലോ, മനുഷ്യർച്ചി കച്ചവടം ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ജനിക്കുന്ന കുട്ടിക്ക് ഒരു പക്ഷെ ഇപ്പൊ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നാട്ടുകാരെ മൊത്തം ചൂണ്ടി കാണിക്കേണ്ടി വരും. അപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ ഒരു അവസ്ഥയാണെന്നുള്ളത് ചോദിക്കണേ. കാരണം സ്വന്തം കബീല ഏതാന്നുള്ളത് മൂപ്പർക്ക് ഇത്ര കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മൂപ്പര് എപ്പാന്റെ എപ്പാര് ആ കുടുംബങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവില്ല. ശരി തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് മൂപ്പര് ഞങ്ങൾ കുറെ ആൾക്കാർ ചോദിച്ചിരിക്കുന്നു, മൂപ്പര് കുടുംബം വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടിരിക്കണെന്ന് പറഞ്ഞു. ഉമ്മാക്ക് സുഖമില്ലാതെ ഞാൻ ഉമ്മാനെ നേരിട്ട് കണ്ടിരിക്കണ്, പിന്നെ വേറെ ആരില്ല. പിന്നെ ഈ അനിയന്മാരൊക്കെ എന്താ പറഞ്ഞാല് ഒരാൾ വയനാട്ടിൽ, ഒരാൾ അവിടെ ഇവിടെയൊക്കെയാണ്. ഈ മുസ്തഫാനെ മാത്രമേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ ഷാഹിദ് തങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ ലൈവ് ഇതൊക്കെ ഉണ്ട്, മൂപ്പരെ ഞാൻ കണ്ടില്ല. അങ്ങനെ ഇപ്പോഴാണ് ഇയാൾ ഒരു മജ്ലിസൊക്കെ ആയപ്പോഴാണ് എല്ലാ അനിയന്മാരൊക്കെ ഇപ്പൊ മൂപ്പരെ ചേർത്ത് പിടിച്ചത്. അല്ലാതെ മറ്റേ അതിന് മുമ്പ് സ്റ്റാർട്ടിങ് കൊറോണ സമയത്ത് നമ്മളിവിടെ പാണ്ടിക്കാടിന് റൂം എടുത്തുകൊണ്ട് അതാണ് ഈ ഷാഹിദ് തങ്ങൾ തുടങ്ങാൻ വേണ്ടിയാണ് നിന്നു. അതിനെതിരെ ഫസ്റ്റ് പാണ്ടിക്കാടാണ് കണ്ടെങ്കിൽ പാണ്ടിക്കാട് തെക്കുമാരിച്ച് നോട്ടീസ് വിട്ടുന്നു. ഞാനത് അവന്റെ അന്ത്രപ്പാടാണ്, അടുത്തൊരു ഉടായ്പില്ല സ്ഥലം നമ്മുടെ നാട്ടുകാരായിട്ട് ഉറക്കി കൊടുക്കേണ്ടത് അറിയാണ്ട് അവിടെ വീഡിയോ ചെയ്തിരുന്നു. അവിടെ പിന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ ഇനി ചികിത്സ ഉണ്ടാവില്ല, കാരണം ഇപ്പൊ അതിന്റെ ഒപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ, അതിന്റെ എല്ലാ സംഖ്യ കിട്ടുന്നുണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഈ ആളുകളോട് പറയാനുള്ളത്,
ഞങ്ങൾക്ക് പന്തല്ലൂര് മൂപ്പര് പറഞ്ഞല്ലോ എൻ്റെ വാപ്പാനെ പറ്റിയിട്ടൊക്കെ. ഞങ്ങൾക്ക് ആമിദിനോട് ഒരു വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. മൂപ്പരെ ഉയർച്ചയിലൊന്നും ഞാൻ ഒരു കാര്യം ചോദിച്ചത്, നിങ്ങൾ ഈ പറയുന്നതിന് മുന്നേ നിങ്ങൾ ചികിത്സയും കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ടോ? ഞങ്ങൾ ചികിത്സ ചെയ്യുന്നുണ്ട്. ഉമ്മാക്ക് ചികിത്സ പണ്ടേ ഉണ്ട്. ഞാൻ ചികിത്സ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളെ ഗുരു എന്റെ വാപ്പാന്റെ കുരുത്തം പോയിട്ട് എന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷെ എന്റെ ഉമ്മ ആരെയാണ് ഒപ്പം ആരപ്പം എന്നെ പറഞ്ഞേ ആമിദിന്റെ ഒപ്പം. അപ്പൊ കുറെ ട്രിക്കുകൾ എന്ത് ചെയ്തു ആളൊക്കെ പഠിക്കാൻ പറ്റി. നമ്മളത് ഇതിൽ ചികിത്സയിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട്. കുറെ ട്രിക്ക് ഉണ്ട് ആളെ. പക്ഷെ അങ്ങനെ എനിക്ക് ഭയങ്കര മടിയാണ് ഈ പെണ്ണുങ്ങളെ. ഞാൻ അതല്ല ചോദിക്കണത്, ഇതേമാതിരി റൂം ഇട്ടിരുന്നിട്ട് അങ്ങനെയല്ല ചികിത്സ. ബോംബെയിൽ ഞാൻ പോയിരുന്നു. അതല്ല ഇപ്പൊ നിലവിൽ അങ്ങനെ ചികിത്സയും കാര്യങ്ങളും ചെയ്യുന്നത് ബിസിനസ്സാണ്. ബിസിനസ്സാണ്. ഞാൻ ചോദിക്കാൻ കാരണം എന്താ അറിയോ, ഇനിയിപ്പോ പറഞ്ഞുണ്ടാക്കാൻ പോണത് അതേക്കരം ഓന് ചികിത്സ ചെയ്യുന്നുണ്ട്, ഓനിക്ക് ആളുകൾ വരാൻ വേണ്ടിയിട്ടാണ് ഈ പറച്ചിൽ പറയണെന്നുള്ളതായിരിക്കും. ഇവിടെ മനത്തേക്ക് ചികിത്സക്ക് വരും, ആരെങ്കിലും ഒക്കെ മന്ത്രിശ്രുതി കൊടുക്കാൻ പറയും, മന്ത്രിശ്രുതി കൊടുക്കും. ഞാൻ പുറത്തേക്ക് പോകും. പിന്നെ അതേമാതിരി ആരെങ്കിലും ഒക്കെ കുറച്ച് ദൂരത്തു നിന്നൊക്കെ വരുന്നുണ്ടോ, അപ്പം എന്നോട് ചെല്ലാൻ പറയും, ഞാൻ പോകും. അതേമാതിരി ഇന്നറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഇപ്പോൾ ഓലൊക്കെ വിളിക്കും, അപ്പൊ പോകും. അല്ലാതെ നാട്ടിലൊന്നും അങ്ങനെ പാറിയ ആരെങ്കിലും നമുക്ക് അറിയണ പരിപാടി നമ്മൾ ചെയ്യും. അങ്ങനത്തെ ഒന്നുമില്ല. എന്താ പരിപാടി? എനിക്ക് ബിസിനസ് പറഞ്ഞാല് ഓട്ടോമൊബൈൽസിന്റെ എല്ലാ ബൈക്കിന്റെ ഫൈബർ ബോഡി മെറ്റൽ ബോഡി പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനി. ഞാൻ അമിത് പറഞ്ഞു വരാൻ പോണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പോണതാണ്. അവിടെ കമ്പനിയിൽ നിങ്ങളെ വിളിക്കുമല്ലോ, അവിടെ മെഷീനറിയും കാര്യങ്ങളും ബില്ലിങ്ങും കോൺട്രാക്ടും അവിടെ കാണിച്ചു കൊടുക്കാനൊന്നുമില്ല. അമിതിന്റെ പരിപാടി ഇവിടെയുള്ള ജനങ്ങളെ മുന്നിൽ നടക്കുള്ളൂ. പക്ഷെ എന്റെ അടുത്ത് നടക്കൂല. കാരണം എന്താ, ഞാൻ എന്റെ അടുത്ത് എല്ലാ തെളിവുകളും കാര്യങ്ങളും അതൊന്നും നടക്കൂല. അപ്പോൾ എനിക്ക് ഇവരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷെ എൻ്റെ വാപ്പാനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു ഇല്ലാത്ത കുറെ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ വാപ്പ അങ്ങനെ ഇജാസത്ത് കൊടുത്തു. എൻ്റെ വാപ്പ മരിക്കുന്നതിന് മുമ്പ് 10 ദിവസം മുമ്പ് ആമിദിനെ കാണാനൊന്നും ചെന്നിട്ടില്ല. എൻ്റെ അമ്മ പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല. വാപ്പ മൈസൂരിൽ നിന്ന് ഏതോ നാട്ടിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ അന്ന് ഉമ്മാനെയും കൂട്ടിയിട്ടാണ് പോയിക്കണത്. പോയിതന ഞങ്ങളറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കാതറാക്കാനൊക്കെ അവിടെ നിൽക്കല് വാപ്പ, ഓൽക്കൊക്കെ അറിയാം. അന്ന് ആമിദിനെ കണ്ടിക്കണ്. അപ്പൊ ആമിദിനോട് പറഞ്ഞു, കാക്കാന്റെ കുട്ടിനെ പഠിപ്പിച്ചത് ഇവിടെ ഈ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കാനാണോ എന്ന് ആമിദിനോട് ചോദിച്ചിരിക്കണേ. തേയിലത്തോട്ടത്തിൽ അവിടെ ജോലി ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് ഇയാൾ ഇവിടുന്ന് പോയതൊക്കെ വേറൊരു ചരിത്രമാണ്. ഞങ്ങളെ വീട്ടില് ടിവിയും VCR ഒക്കെ എടുത്ത് പാണ്ടിക്കാട്ടിൽ നിന്ന് VCR ഒക്കെ വാടക കൊടുത്ത് ഒരു ടിവിയും VCR ഒക്കെ ഉണ്ടായിരുന്നു. അത് പെരിന്തൽമണ്ണ കൊണ്ട് വിറ്റിട്ട് ആ പൈസ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മൂപ്പര് വയനാട് പോയിട്ട് അവിടെ കൂടി. അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് പറയാൻ കുറെ ഉണ്ട് കാര്യങ്ങള്, കുറെ പറയാനുണ്ട്. നമ്മള് എന്താ അറിയോ, അന്നും കുറെ കാര്യങ്ങൾ അങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പൊ ഇന്ന് ഈ തട്ടിപ്പ് നടത്തണേല് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമല്ല മക്കളെ, ഒരു അത്ഭുതം തോന്നില്ല. ഇന്ന് വരെ മൂപ്പരത്ത് വരുന്ന വരെ അത്ഭുതം മൂപ്പര് തട്ടിപ്പ് നടത്തണമൊക്കെ. ഇപ്പൊ സത്യം പറഞ്ഞ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു അത്ഭുതം തോന്നില്ല. ഇതിലും വലിയ തട്ടിപ്പ് ഇനി നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അന്ന് ഇങ്ങനെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി പോയ ആളാണ് ആമിദ് എന്ന് വെച്ചാല്. ഇന്ന് എത്ര കൊല്ലായി, എന്തെല്ലാം അറിവുകൾ നേടിയിട്ടുണ്ടാവും, ഇനി എന്തെല്ലാം തട്ടിപ്പുകൾ കാണാൻ കിടക്കുന്ന ജനങ്ങള്. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കണ്. അന്നിപ്പോ നമ്മള് ഞാൻ പറഞ്ഞേ ഒരാളോട് ഞങ്ങളെ മുന്നിൽ വെച്ചാണ്ട് വിളിക്കാൻ പറ്റാത്ത, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ അടങ്ങിയിരിക്കണേ. ഇല്ലാന്ന് വെച്ചെങ്കിൽ ഇപ്പൊ ഈ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇയാളായിട്ട് ഇയാളെ ഇത് കുയി തോണ്ടിയതാണ്. ബോംബെയില് ആ സജാദിന്റെ വീഡിയോ വന്നിട്ട് ബോംബെയിൽ ഞാൻ ചികിത്സ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ബോംബെയിൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇയാൾ പറയുന്നില്ലല്ലോ. ആരാണ് ഒപ്പം ഉണ്ടായത് കൂടെ അയാൾ പറയണ്ടേ? പറഞ്ഞ പേരൊന്നും ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ പറയുക, എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആമിദിനറിയാം, ആമിദിനെതിരെ ഞാൻ വരുന്നു. അപ്പൊ പേര് പറയാത്ത തന്നെ ആമിദ ഞാൻ വന്നിക്കണം. എന്തായാലും കാര്യങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും കുറെ കാര്യങ്ങൾ ഇതിൽ പറയണ്ടേ. നിങ്ങൾ എന്നോട് എപ്പോ ചോദിച്ചാലും ഞാൻ പറയും. ഇൻഷാ അല്ലാഹ് എന്തായാലും ഇപ്പൊ ഇതിന്റെ ഒരു മറുപടി ആമിദിന് പറയാണ്ടാവും. ഇനി ആമിദിനോട് വേറെ കാര്യം പറയാനുള്ളത്, എന്ത് പറയാണ്ട് ശരി ഞാൻ റെഡിയാണ്. ലൈവായിട്ട് നമുക്ക് വീഡിയോയിൽ ഇരിക്കാം, ലൈവായിട്ട് നമുക്ക് ഇരിക്കാം. ഇനിയിപ്പോ നിങ്ങളെ സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ആൾക്ക് ഒന്നിച്ചിരിക്കാം. ഞാൻ റെഡിയാണ്. 3 ആൾക്ക് ഒന്നിച്ചിരുന്നാണ്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പറയാനുള്ളത്, പൈസക്കും വേണ്ടിയിട്ടും ഇതിനൊന്നും വേണ്ടിയിട്ടല്ല പറയണത്. ഇതൊരു ഞെട്ടിക്കലല്ല, ഭീഷണി അല്ല, ഒന്നുമല്ല. ₹1 തരുന്നുണ്ടെങ്കിൽ പോലും അത് മേടിച്ചാണ്ട് എന്റെ വയറ്റിന്റെ ഉള്ളിൽ ഒരു സാധനം ഇറക്കാൻ എനിക്ക് താല്പര്യമല്ല. കാരണം ഹറാമായിട്ടുള്ള ഒരു സാധനം എന്റെ വയറ്റിനുള്ളിൽ എത്തിക്കാൻ നിങ്ങൾക്ക് ഇച്ഛായാലും നിങ്ങൾക്ക് ആരും താല്പര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആമിദിന്റെ കയ്യിൽ നിന്ന് തരുന്നത് ഹലാലേഖനം, പക്ഷെ ആമിദ് ഉണ്ടാക്കുന്ന രൂപം എന്ന് പറയുന്നത് ഹറാമാണ്. അല്ലേ? അത് അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇയാൾ ഇത്രയും ചികിത്സകൾ രീതികൾ എന്ന് പറഞ്ഞാണ്ട് ജനങ്ങളെ പറ്റിക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വിശ്വാസികളല്ല. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ളതാണ്, അത് വിശ്വാസികളല്ല, അന്ധമത വിശ്വാസി, അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളാണ് ഇവര് ചൂഷണം. അത് മൂപ്പരത്ത് കുറച്ച് ട്രിക്കുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ആമിദ് ഇത് നിഷേധിക്കരുത് കേട്ടോ. ആൾക്കാരൊക്കെ ഇന്നും ഹയാത്തിലുണ്ട് ഇവിടെ.